ಬೆಳಿಗ್ಗೆ ಗೌಡೆ ಬಂದನಾ? ಇಲ್ಲ. ಬಂದ್ರೆ ನನ್ನ ಮನೆಗೆ ಬರೋದು ಕೇಳು. ಸರಿ. ಮರ್ತು ಬಿಡ್ಬೇಡ. ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടാവും അച്ഛാ? അധികമില്ല, ഒരു 3 മണിക്കൂർ യാത്ര വരും. ജോലി കിട്ടുമായിരിക്കല്ലേ? കിട്ടണം. നേരാമണ്ണ ആപ്ലിക്കേഷൻ അയച്ചിട്ട് കിട്ടാഞ്ഞോണ്ടല്ലേ നേരിട്ടെല്ലാം അടിയോടി പറഞ്ഞത്. പിന്നെ അടിയോടിയുടെ ഒരു ബന്ധമുണ്ടല്ലോ അവിടെ. നല്ല സ്ട്രോങ് കാപ്പി. ഉടുപ്പി ബ്രാഹ്മിൻസിന്റെ അല്ലേ? കാപ്പിയുടെ കാര്യത്തിൽ ഇവരെ കഴിഞ്ഞേ ഉള്ള ആരും. ഇത് കുറെ നേരമായാലും ആറ്റിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഇതങ്ങ് കഴിച്ചൂടെ? കഴിക്കണം. പിന്നെന്താ ഒരു പ്രശ്നം പോലെ? വയറിന് നല്ല സുഖമില്ലേ? നല്ല സുഖമില്ല. എന്തു പറ്റി? ഞാൻ ഈ പേഴ്സ് ഇവിടെ വെക്കാറുള്ളതേ, അതാരോ പോക്കറ്റ് അടിച്ച്. മണി 10 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബസ് സ്റ്റാൻഡിൽ ഒരു ഈച്ച പോലും ഇല്ല. കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഒരു ടാക്സി പിടിച്ചു പോവായിരുന്നു. എന്നാലും അത് ആരാ അച്ഛന്റെ പോക്കറ്റ് അടിച്ചത്? അഡ്രസും ഫോൺ നമ്പറും തന്നിട്ട് ആരെങ്കിലും പോക്കറ്റ് അടിക്കാറുണ്ടോ? ആ വഴികൾ ലോറിയും കാണും. കൈ കാണിച്ച് നോക്കിയാലോ? ഉറങ്ങല്ലേടാ? നീ ഉറങ്ങിയ ഞാൻ ഉറങ്ങല്ലേ? നമ്മളുറങ്ങിയ ഡ്രൈവർ ഉറങ്ങും. അയാളാണ് 2 എണ്ണം വീശിയിട്ടുണ്ട്. നല്ല മണം. ഓ ചേട്ടാ, നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ಕೊಳ್ಳೇಗಲ್ ನಿಂದ ನೇರಾಗಿ ಬರ್ತಾ ಇದ್ದೀನಿ. ಯಾಕೆ ಎದುರಿಸ್ತೀರಾ? ഞാൻ പറഞ്ഞില്ലേ കുടിച്ചിട്ടില്ല എന്ന്. എന്തായാലും നീ ഇരുന്ന് ഉറങ്ങണ്ട. എന്താ അമ്മേ? അടിയോടി വന്ന് പറയുന്നു ബൂത്തി കുറെ നേരമായിട്ട് ഫോൺ ബെല്ലടിക്കുന്നു. ഈ നേരത്തോ? കമ്പനിയിൽ നിന്ന് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന വഴിയാ ഞാൻ. ഒരു തവണ കുറെ നേരം ബെല്ലടിച്ചു, കട്ടായി. വീണ്ടും കുറെ നേരം അടിച്ചു, പിന്നെയും കട്ടായി. 3ാമത് അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ആ ടോർച്ചിങ് വരും. അമ്മ ഞാൻ പോയി നോക്കിട്ട് വന്നാലോ? ഹലോ ഏട്ടാ, ഞാൻ വിനയനാണ്. ഞങ്ങൾക്ക് മംഗലാപുരത്ത് നിന്നും ഒരു ലോറിയാണ് കിട്ടിയത്. ആ ലോറി ഒരു പാലത്തിൽ നിന്ന് മറിഞ്ഞു. ഡ്രൈവർ മരിച്ചു. ക്ലീനറെ അച്ഛനെയും കാണാനില്ല. വല്യേട്ടാ, ഒരു പോലീസ് ജീപ്പ് വന്നിരിക്കുന്നു. എന്താ? അറിയില്ല. അപകടം നടന്ന സ്ഥലത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി ഞാനുണ്ടായിരുന്നു. ഡ്രൈവറുടെ ബോഡി അന്നേ കിട്ടി. ക്ലീനറുടേത് ഇന്നലെ. അവർ തിരച്ചിൽ നിർത്തി. ആ പുഴയിൽ വീണാൽ ബോഡി കിട്ടാൻ പ്രയാസമാണത്രേ. അഴിമുഖം വളരെ അടുത്താണ്. ഇന്നേക്ക് 14 ദിവസം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ കിട്ടിയാൽ തന്നെ ഇതൊക്കെ തെരച്ചിലുകാർക്ക് പുഴയിൽ നിന്നും കിട്ടിയതാണ്. അച്ഛൻ്റെതാണെങ്കിൽ ഇതിലൊന്ന് ഒപ്പിട്ട് തരണം. ഇത് വെറും ഒരു അനുശോചന യോഗമല്ല. കൃഷ്ണക്കുറുപ്പിന്റെ വേദനാനിർഭരമായ മരണത്തിൽ നമുക്കെല്ലാം ദുഃഖമുണ്ട്. ആ നല്ല മനുഷ്യൻ കൈപിടിച്ചുയർത്താൻ ശ്രമിച്ച ആ കുടുംബത്തെ ആവും വിധം സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് കുറുപ്പിന്റെ വീട്ടുകാർക്ക് സഹായധനമായി ഈ കമ്പനിയിലെ തൊഴിലാളികൾ ഒരു പണക്കിഴി നൽകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ പണക്കിഴി സമാഹരണത്തിന്റെ ഉദ്ഘാടനവും ഞാനിവിടെ നിർവഹിച്ചു കൊള്ളുന്നു. ഒക്കെ ഒരു യോഗം അങ്ങോട്ട് വിചാരിക്കുക. എല്ലാം നന്നായി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു അന്ത്യം അച്ഛനുണ്ടാവുന്ന ആരറിഞ്ഞു? അമ്മ എങ്ങനെയുണ്ട്? ഒരു മിണ്ടാട്ടമില്ല, കരയില്ല, ചിരിക്കില്ല. അങ്ങനെ പറയരുത്.
അതിനല്ല കുറുപ്പിന്റെ മൂത്ത മകനായി സുധാകരൻ ജനിച്ചത്. അമ്മയെ തിരിച്ചെടുക്കണം. പഴയ ഉല്ലാസം അമ്മയിൽ വീണ്ടെടുക്കണം. സത്യം പറഞ്ഞാൽ ചവിട്ടി നിന്ന മണ്ണ് വാർന്നു പോയവരാണ് എൻ്റെ അവസ്ഥ. വീട്ടിലെ സംഗതികൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. അച്ഛൻ്റെ ഒറ്റ വരുമാനം കൊണ്ടായിരുന്നു ഞങ്ങൾ ഇത്രയും പേർ ഇത്രയും കാലം. അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇനി സുധാകരൻ വേണം വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ. അമ്മിനിയുടെ കല്യാണം നടത്തണം. അമ്മയുടെ വേദന മാറ്റണം. ഉത്തരവാദിത്തങ്ങള് ഒരുപാടുണ്ട്. ഒരു കാര്യം പറയാൻ പറ്റൂ, ഇനി വൈകിക്കണ്ട. അച്ഛന് വേണ്ട കർമ്മങ്ങൾ ചെയ്യണം. ശാന്തി കിട്ടട്ടോ. അച്ഛനെ മാത്രമല്ല, എല്ലാവർക്കും ശാന്തി കിട്ടട്ടെ. സുധാകരൻ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അല്ല, ഒരുപാട് കാലം അച്ഛൻ ജോലി ചെയ്തിരുന്ന സ്ഥലമല്ലേ ഇത്. ഓർക്കുമ്പോൾ ഒരു വിഷമം. ഓർക്കണ്ട. ഇതാണ് പ്രോവിഡന്റ് ഫണ്ടിന്റെ കടലാസ്. ഓരോ ഷീറ്റിലും അമ്മയെ കൊണ്ട് ഒപ്പിടിക്കണം. ഒരാഴ്ചക്കുള്ളിൽ പണം കിട്ടും. ഒരു ജീവന്റെ വില അല്ലേ? ജീവന്റെ വില അത് മാത്രമല്ല, ഇൻഷുറൻസ് തുക കുറെ കൂടെ വലുതാ. അച്ഛന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയോ? വിനയൻ അതിനുവേണ്ടി ഓടി നടക്കുക. അതും പെട്ടെന്ന് ശരിയാക്കണം. കൃഷ്ണക്കുറുപ്പ് സഹായ നിധിയുടെ മീറ്റിംഗിൽ നിന്ന് വരികയാണ് ഞാൻ. പണക്കിഴി പുരോഗമിക്കുന്നുണ്ട്. അപ്പോഴേ അടിയോടിയുടെ വക ഒന്നും കിട്ടിയില്ല. ഈ പണക്കയുടെ ആവശ്യമൊന്നുമില്ല. അത്ര വലിയ വിഷമങ്ങളൊന്നും ഇല്ലാതെ തന്നെ കുടുംബം കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഞാൻ. എന്തിനാ വെറുതെ അല്ല, പണക്കിഴി ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ആ, ഇനിതാ ഇവിടെ. പ്രോവിഡന്റ് ഫണ്ടിന്റെ പണം കിട്ടിയാൽ കുറച്ച് പാർട്ട്ണർമാരെ കൂടെ ചേർത്ത് ഒരു ബസ് വാങ്ങിയാലോ എന്ന് ആലോചിക്കാൻ. ഞാൻ റൂട്ട് പെർമിറ്റ് ഉള്ള ഒരു ബസ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ബസ് അവിടെ നിൽക്കട്ടെ. ആ, പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് കടമെടുത്ത് കുറെ രൂപ ചന്ദ്രേട്ടന് കൊടുക്കാന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അതെ, അതാദ്യം ചെയ്യേണ്ടത്. കള്ളം പറയല്ലേ ചേച്ചി. അച്ഛൻ അങ്ങനൊന്നും പറയില്ല. പറഞ്ഞു. എനിക്ക് കായക്കച്ചവടത്തിന് മാർക്കറ്റിൽ കുറച്ച് സ്ഥലം കിട്ടാൻ 30,000 രൂപ തരാമെന്ന് അച്ഛൻ എന്നോട് നേരിട്ട് പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ എന്റെ കയ്യിൽ നിന്ന് 15,000 രൂപ ഇട്ട് മാർക്കറ്റിൽ നല്ലൊരു സ്ഥലം നോക്കി വെക്കുകയും ചെയ്തു. ബസ് വാങ്ങിയാൽ ഈ കുടുംബം രക്ഷപ്പെടും. ഇക്കാലത്ത് ബസ് വാങ്ങി ഒരു കുടുംബവും രക്ഷപ്പെട്ടിട്ടില്ല. വേറെ ആവശ്യക്കാരൊന്നും ഈ പണത്തിനില്ലല്ലോ. സ്വന്തം ആവശ്യങ്ങൾ കിടക്കേ നിങ്ങൾ മറന്നുപോയൊരു കാര്യമുണ്ട്. അമ്മയുടെ വിവാഹം അച്ഛൻ നിശ്ചയിച്ച ദിവസം തന്നെ അത് നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ പണം അതിനുള്ളതാണ്. കല്യാണമാണോ ഏട്ടാ വലിയ പ്രശ്നം? ബസ് വാങ്ങിയാൽ 1 വർഷത്തിനുള്ളിൽ ഇവളുടെ കല്യാണം ഞാൻ നടത്തിത്തരാം. നടത്തി കഴിഞ്ഞൊരു കല്യാണമല്ലേ എന്റേത്. ആ, അന്ന് പറഞ്ഞ ശ്രീധനത്തിന്റെ 10-1 നിങ്ങൾ ആരെങ്കിലും ചന്ദ്രേട്ടന് കൊടുത്തിട്ടുണ്ടോ? ഒടുക്കത്തെ ഒരു സ്ത്രീധനം. അത്രയ്ക്ക് വലിയ വിഷമമാണെങ്കിൽ ചേച്ചി ഒരു കാര്യം ചെയ്യും, അളിയനെ അങ്ങ് കളഞ്ഞേക്ക്. ആരും തർക്കിക്കണ്ട. അച്ഛന്റെ ആഗ്രഹം പോലെ അമ്മയുടെ കല്യാണം നടക്കട്ടെ ആദ്യം. അച്ഛനില്ലാന്ന് വെച്ച് അച്ഛന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നത് ആർക്കും അത്ര നല്ലതല്ല. നിങ്ങളെപ്പോലെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഒച്ച വയ്ക്കാത്തതുകൊണ്ട് അവൾ ഒറ്റപ്പെടാൻ പാടില്ല. ഞാനത് സമ്മതിക്കില്ല. ഇനി അതിനുവേണ്ടി നിങ്ങളെ ഇത്തിരി വിഷമിപ്പിക്കേണ്ടി വന്നാലും ഞാനതൊട്ട് കാര്യമാക്കുകയില്ല. അമ്മ, ഞാൻ ആ സേതുവിനെ കണ്ടെന്ന് സംസാരിക്കട്ടെ.